ഇനി ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണത്തിന് തിരിച്ചടി എന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി. അന്വേഷണം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സൗജന്യ ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. അതേസമയം 2 പതിറ്റാണ്ടായി ധർമ്മസ്ഥലയിൽ നിന്നും നിരവധി ആളുകളെ കാണാതായ കേസുകളിൽ അന്വേഷണം തുടരാനും കോടതി ഉത്തരവിട്ടു. ധർമ്മസ്ഥല, ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച അന്വേഷണം തുടരാനാണ് കോടതി നിർദ്ദേശം. KV ബൈജു ചേർന്നു. ബൈജു, ഏത് തരത്തിലാണ് SITക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ ഒരു അന്വേഷണം തുടരാൻ ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് ഇത് ഏത് തരത്തിലാണ് തിരിച്ചടിയാകുന്നത്? അപർണ, പ്രധാനമായും സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു SIT അന്വേഷണം ഇത്തരത്തിൽ രൂപീകരിച്ചത്. പക്ഷേ അത് 3.5 മാസത്തോളം ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും അതിൽ യഥാർത്ഥ സംഭവം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച വ്യക്തമായൊരു വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചതും. അതായത് ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണമല്ല നടക്കുന്നത്, പ്രത്യേകിച്ച് സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ കേന്ദ്രീകരിച്ച് അവരെ ദിവസങ്ങളോളം ചോദ്യം ചെയ്യുകയും അത്തരത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ SIT അന്വേഷണം നിർത്തലാക്കാൻ ആവശ്യപ്പെടണമെന്നായിരുന്നു ഇവരുടെ പ്രധാനമായ ആവശ്യം. അങ്ങനെ ആ ആവശ്യപ്രകാരമാണിപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിൽ SIT അന്വേഷണത്തിന് സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം വളരെ സുപ്രധാനമായ ഒരു കാര്യം ഈ ഹൈക്കോടതി പറഞ്ഞത്, കഴിഞ്ഞ 20 വർഷമായി ധർമ്മസ്ഥലയിൽ നടന്ന അല്ലെങ്കിൽ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ തന്നെയുണ്ട് 400-ലധികം. ആ കേസുകളിൽ വിശദമായ അന്വേഷണം വേണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയെന്ന ഒരു ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം അത് തുടരാം. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ കേസെടുക്കുകയും അവരെ നിരന്തരം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കരുതെന്ന് കൃത്യമായി ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ജൂലൈ 19-നാണ് ഈ ധർമ്മസ്ഥല കൊലപാതക ആരോപണത്തിന് പിന്നിൽ ഈ SIT രൂപീകരിക്കുന്നതും പോലീസ് സ്റ്റേഷൻ പദവി നൽകി സർക്കാർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇതുവരെ ഈ സംഭവത്തിൽ നിരവധി മൃതദേഹാവശങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഈ ഒരാളെ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആര്, അത്തരം കാര്യങ്ങളൊന്നും SIT പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല നിരവധി മൃതദേഹാവശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ അതിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അത്തരത്തിൽ വലിയ അട്ടിമറി ഇതിൽ നടക്കുന്നുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി നിരന്തരം ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് SITയുടെ അന്വേഷണം ശരിയായ രീതിയിൽ പോകണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഈ കോടതിയുടെ ഈ ഒരു നിർദ്ദേശം. എന്തായാലും ഇതിൽ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് നേരെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വലിയ തോതിൽ പിഴവുകൾ ഉണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതും. അതും SITയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം മഹേഷ് ഷെട്ടി, തിമിരോടി, ജയന്ത് തുടങ്ങിയവർക്കെതിരെയെല്ലാം SIT കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഏതായാലും ഇനി അന്വേഷണം സ്റ്റേ ആയിരിക്കുന്നു. ഇനി കൃത്യമായി എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത്, അത് പ്രത്യേകിച്ച് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും ഈ രജിസ്റ്റർ ചെയ്ത കേസുകൾ, അസ്വാഭാവിക മരണം സംബന്ധിച്ച കേസുകളെല്ലാം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ബൈജു, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഈ സാക്ഷി മൊഴിയുമായി ബന്ധപ്പെട്ടൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം തന്നെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നതാണ്. അപ്പോഴും ഈ ബാക്കിയാവാതെ ഈ ഫോറൻസിക് DNA പരിശോധന നടപടികളൊക്കെ തുടരുകയും ചെയ്തിരുന്നു. SIT സംഘം ഇതിനകത്ത് എടുക്കുന്ന നിലപാടിൽ ചോദ്യങ്ങൾ വരുമ്പോഴും മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറുകൾ, പ്രക്രിയകൾ, അതിൽ നിന്ന് വരുന്ന റിസൾട്ടുകൾ, ഇതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ടോ? പറഞ്ഞ അതാണ് പ്രധാനമായും സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ ഒരു ആരോപണം. കാരണം ഈ കേസ് ജൂലൈ 19-ന് SIT അന്വേഷണം ആരംഭിച്ചത് മുതൽ ഈ സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും പുറത്തുവിടാൻ SIT തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് പോയിന്റ് 6-ഉം അതുപോലെ തന്നെ 11-ലും നിരവധി മൃതദേഹാവശങ്ങൾ, മനുഷ്യന്റെ തലയോട്ടികൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നല്ലാതെ അതിനപ്പുറം ഇത് ആരുടെ മൃതദേഹമാണ്, എത്ര പഴക്കമുണ്ട്, ഏത് തരത്തിലുള്ള മരണപ്പെട്ടതാണ്, അത്തരത്തിലുള്ള ഒരു കാര്യവും SIT പുറത്തുവിട്ടിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലും ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ നിരന്തരം SITയുടെ ഓഫീസിലേക്ക്, ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുന്ന വിട്ടയക്കുന്ന ഒരു നിരന്തരം അത്തരത്തിലൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്.
കൃത്യമായ അന്വേഷണം വേണം. ഇതുവരെ ധർമ്മസ്ഥലയിലുണ്ടായ സംഭവവികാസങ്ങളിൽ എന്താണോ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത് ആ അന്വേഷണത്തിൽ നിന്നും വഴി മാറുന്നുണ്ടോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. തുടക്കത്തിൽ SIT അന്വേഷണത്തെ വളരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരുന്നു ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇതിൽ വലിയ തോതിലുള്ള അട്ടിമറി നടക്കുന്നുണ്ടെന്ന ഒരു ആരോപണം ഉയർന്നു. അത്തരത്തിൽ വലിയ ആശങ്ക ഈ ആക്ഷൻ കമ്മിറ്റി പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമായും സൗജന്യ കൊലക്കേസിൽ ഉൾപ്പെടെ കൃത്യമായ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല, നടപടികളും ഉണ്ടായില്ല. SITയുടെ ഭാഗത്ത് തരത്തിലുള്ള വിശദീകരണം ഒന്നും ഉണ്ടായില്ല. എന്തായാലും ഇനിയുള്ള ഇനി വരുന്ന സമയങ്ങളിൽ ഈ ഒരു ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് അതോടൊപ്പം ഈ കാണാതായവരെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കണം. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് പോകേണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത് സാക്ഷികൾ ഇത് സംബന്ധിച്ച് സാക്ഷികളായിട്ടുള്ള ആളുകൾ, അതായത് മഹേഷ് ഷെട്ടി, തിമിരോടി ഉൾപ്പെടെയുള്ളവർ ഇതിൽ സംശയത്തിന് നിഴലിലാണ്. അതുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യുന്നത് നിരന്തരം എന്നാണ്. പക്ഷെ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പുറകെ തന്നെ ഓരോ ദിവസവും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ മലയാളിയായ യൂട്യൂബറായ മനാഫിനെ പോലും മണിക്കൂറുകളോളം 3 ദിവസത്തോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണം ആ വഴിക്ക് മാത്രം നീങ്ങുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മസ്ഥലയിൽ നടന്നത് ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് ഈ കാര്യത്തിൽ എന്താണ് ഇതുവരെയുള്ള ഇവരുടെ സംശയങ്ങൾ, അതിലൊരു വ്യക്തത വേണമെന്ന കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം പുതിയ സാക്ഷികൾ രംഗത്ത് വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തി ഈ അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ബൈജു, അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന സാക്ഷി ചിന്നയ്യ ഏത് തരത്തിലാണ്? ചിന്നയ്യയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രചാരണമൊക്കെ ഒരു വശം നടക്കുമ്പോൾ ചിന്നയ്യയുടെ ഭാവി ഇനി ഏത് തരത്തിലേക്കാണ് പോകുക? ഏതെങ്കിലും കേസുകൾ അതിനകത്ത് ചാർജ് ചെയ്യപ്പെടുന്നുണ്ടാകുമോ? അത് എങ്ങോട്ടാണ് കടക്കുന്നത്? അപർണ, പ്രധാനമായും ഈ ചിന്നയ്യക്കെതിരെയുള്ള ഈ ഒരു FIR എന്നത് ഈ വ്യാജ തെളിവ് ഹാജരാക്കിയ എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തലയോട്ടി ഹാജരാക്കിയത് അത് ചിന്നയ്യ ഏതെങ്കിലും തരത്തിൽ വനഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് എടുത്തതല്ല. അത് മറ്റൊരാൾ എടുത്ത് ഈ ചിന്നയ്യക്ക് കൊടുത്തു. അത്തരത്തിൽ ഒരു വ്യാജ തെളിവുകൾ ചമച്ചു എന്ന ഒരു കുറ്റമാണ് ഇയാൾക്കെതിരുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ആര് സംരക്ഷിക്കും എന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വലിയ തോതിൽ ഇത്തരത്തിൽ ജാമ്യത്തിൽ പുറത്തിറക്കാൻ തയ്യാറാവാത്തത്. SIT അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് അവർ കാത്തിരുന്നത്. പുതിയ സാക്ഷികളുണ്ട്. ചിന്നയ്യയെ കൂടാതെ നിരവധി സാക്ഷികൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെല്ലാം ഇത്തരത്തിൽ ഉപയോഗിച്ച് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയായിരുന്നു ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും അത് ആക്ഷൻ കമ്മിറ്റി ഈ പരാതിക്കാരായ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ SIT അന്വേഷണം രൂപീകരിച്ചത് അവരെ കേന്ദ്രീകരിച്ച് അവരെ സംശയിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും അതിലൊന്നും തെളിവുകൾ കിട്ടിയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ ക്ഷേത്രത്തിനെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന ഒരു ആരോപണമായിരുന്നു വരുന്നത്. പക്ഷേ SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്ക് നിരന്തരം ചോദ്യം ചെയ്തിട്ടും മനാഫിനെ ഉൾപ്പെടെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഇവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇനിയെങ്കിലും ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ആ ഒരു ആവശ്യം തന്നെയാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ധർമ്മസ്ഥലയിലും അതോടൊപ്പം ബെൽത്തങ്ങാടിയിലും ഇത്തരത്തിൽ 400-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവങ്ങളുണ്ട്. ആ കേസുകളിലെ വ്യക്തത അതെന്താണെന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ കാണാതായ സംഭവത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ 2 അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതേസമയത്ത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഗൂഢാലോചന വാദം, അത്തരം വാദങ്ങളുമായി മുന്നോട്ട് പോകരുത്. തൽക്കാലം അതിനിപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നു. ഏതായാലും ഇനി എന്താണ് SIT ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകരുടെ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ വളരെ പ്രധാനമാണ് ഈ കാര്യത്തിൽ. ബൈജു, അതിൽ തന്നെ സർക്കാർ അഭിഭാഷകരുടെ നീക്കം വളരെ പ്രധാനപ്പെട്ട. അത് ബൈജു പറഞ്ഞത് സർക്കാർ അഭിഭാഷകരുടെ നീക്കം ഇങ്ങനെ ഈ ഒരു അന്വേഷണത്തിലേക്ക് നയിച്ചു തന്നെ അഭിഭാഷകരുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടലും ആ ഒരു സ്റ്റാൻഡും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ
SIT പോലും അന്വേഷണം നിർത്തിയേക്കുമെന്ന തരത്തിലേക്ക് മാറുകയും ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള ഈ സാക്ഷി ജിനയുടെ മൊഴികളിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളൊരു നിലപാടുമൊക്കെ വരുമ്പോൾ ഇനി അങ്ങോട്ട് പോയാലും എത്രത്തോളം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓൺലൈൻ ഇതിനകത്ത് ശക്തമായിട്ട് നിന്ന ഓൺലൈൻ ബ്ലോഗേഴ്സ് അടക്കമുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ കേസിന്റെ പിറകിൽ തന്നെ ഉണ്ടോ? അപർണ, നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ ഇവരോടൊപ്പം തന്നെയുണ്ട്. അത്തരത്തിൽ നിരവധി വാർത്തകളും ഇവിടെ നിന്നും വരുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനം ഔദ്യോഗികമായ ഒരു വിശദീകരണമാണ്. അത് SITയുടെ ഭാഗത്തു നിന്നോ അതല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3.5 മാസമായിരിക്കുന്നു ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട്. അത് DGP തലത്തിൽ വലിയ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലം പോലും അതിന്റെ എന്താണ് വിശദാംശങ്ങൾ, അതല്ല എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു, ഇതിലൊന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ നിരന്തരം വെളുപ്പിക്കുകയും ദിവസങ്ങളോളം ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഓരോ ആളുകളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോഴും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെ സംബന്ധിച്ചോ അതല്ല ഇതാരാണ് ഇതിന് പിന്നിൽ, ഇതൊന്നും സംബന്ധിച്ച SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ 13ാം പോയിന്റിലായിരുന്നു പരിശോധന നടത്തിയത്. അതിനുശേഷം ഈ SITയുടെ ഭാഗത്തു നിന്നും മണ്ണുകുഴിച്ചുള്ള പരിശോധനയും നടന്നിട്ടില്ല. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ പരിശോധന ഉണ്ടാകുമോ, എല്ലാ SITയുടെ ഈ ഒരു വിശദീകരണം അത് കോടതിയിലെങ്കിലും നൽകുമോ, അതാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ഈ കേസിലെ ഇനി വഴിത്തിരിവുണ്ടാകുന്നതും. അപർണ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിരോധാന കേസുകളൊക്കെ അന്വേഷണം തുടരണം എന്നുള്ളൊരു ഉത്തരവ് കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൂടിയാണ് ഏതായാലും സൗജന്യ ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിൽ കൂടിയാണ് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്.